ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എം.ടി. വാസുദേവൻ നായർ എന്നതിൻ്റെ പൂർണ്ണരൂപം. ഉത്തരം മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. എം.ടി. വാസുദേവൻ നായർ ജനിച്ചത് ഉത്തരം 1933 പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ള കൂടല്ലൂരിൽ. എം.ടി. വാസുദേവൻ നായരുടെ ആദ്യ കഥ. ഉത്തരം ചിത്രകേരളം മാസികയിൽ 1950 പ്രസിദ്ധീകരിച്ച വിഷുവാഘോഷം. 1954 ലോക മലയാള കഥാമത്സരത്തിൽ 1ാം സമ്മാനം നേടിയ എം.ടിയുടെ കഥയാണ് ഉത്തരം വളർത്ത് മൃഗങ്ങൾ. എം.ടിയുടെ ആദ്യം പ്രസിദ്ധീകരിച്ച നോവൽ ഉത്തരം നാലുകെട്ട്. ഇതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അപ്പുണ്ണി എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ്? ഉത്തരം നാലുകെട്ട്. എം.ടി ആദ്യമായി എഴുതിയ നോവൽ ഏതാണ്? ഉത്തരം പാതിരാവും പകൽ വെളിച്ചവും. എം.ടി. വാസുദേവൻ നായർ അവസാനമായി എഴുതിയ നോവൽ ഉത്തരം വാരണാസി. നിളയുടെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം എം.ടി. വാസുദേവൻ നായരെ. എം.ടി. വാസുദേവൻ നായരുടെ ആദ്യ കഥാസമാഹാരമാണ് ഉത്തരം രക്തം പുരണ്ട മൺതരികൾ. സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന കഥയെ ആസ്പദമാക്കി എം.ടി. രചിച്ച തിരക്കഥയാണ് ഉത്തരം മുറപ്പെണ്ണ്. മലയാളത്തിൽ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ തിരക്കഥയാണ് ഉത്തരം മുറപ്പെണ്ണ്. എം.ടി. ഗാനരചന നടത്തിയ ഒരേ ഒരു ചലച്ചിത്രമാണ് ഉത്തരം വളർത്ത് മൃഗങ്ങൾ. എം.ടിയുടെ 9 കഥകൾ കോർത്തിണക്കി 9 സംവിധായകർ സംവിധാനം ചെയ്ത വെബ് സീരീസ് ആണ് ഉത്തരം മനോരഥങ്ങൾ. എം.ടിക്ക് ലഭിച്ച ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഉത്തരം ജ്ഞാനപീഠ പുരസ്കാരം 1995. എം.ടിക്ക് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചത് ഉത്തരം 2005. കേരള സർക്കാരിൻ്റെ ഉന്നത ബഹുമതിയായ ആദ്യ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഉത്തരം എം.ടി. വാസുദേവൻ നായർക്ക് 2022. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ.സി. ഡാനിയൽ പുരസ്കാരം എം.ടി. വാസുദേവൻ നായർക്ക് ലഭിച്ചത് ഉത്തരം 2013. എം.ടി. വാസുദേവൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉത്തരം കാലം. കാലം എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ഉത്തരം സേതു. എം.ടിയുടെ ഏതു നോവലിലെ കഥാപാത്രമാണ് വിമല? ഉത്തരം മഞ്ഞ്. എം.ടിയുടെ കൃതികളിലെ ഭാഷാശൈലി ഉത്തരം വള്ളുവനാടൻ ഭാഷാശൈലി. എം.ടിയുടെ അസുരവിത്ത് എന്ന നോവലിലെ കഥാപാത്രമാണ് ഉത്തരം ഗോവിന്ദൻകുട്ടി. എം.ടി. വാസുദേവൻ നായരും N.P. മുഹമ്മദും ചേർന്നെഴുതിയ നോവലാണ് ഉത്തരം അറബിപ്പൊന്ന്. എം.ടി. വാസുദേവൻ നായരുടെ യാത്രാവിവരണ ഗ്രന്ഥങ്ങളാണ് ആൾക്കൂട്ടത്തിൽ തനിയെ, വൻകടലിലെ തുഴവള്ളക്കാർ. എം.ടി. സംവിധാനം ചെയ്ത പ്രസിഡന്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ചിത്രമാണ് ഉത്തരം നിർമാല്യം. ഏത് കഥയെ ആസ്പദമാക്കിയാണ് എം.ടി. നിർമാല്യം എന്ന തിരക്കഥ രചിച്ചത്? ഉത്തരം പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയെ ആസ്പദമാക്കി. എം.ടി. രചിച്ച ബാലസാഹിത്യ കൃതിയാണ് ഉത്തരം മാണിക്യക്കല്ല്. മഹാഭാരതത്തിലെ ഭീമനെ മുഖ്യ കഥാപാത്രമാക്കി എം.ടി. രചിച്ച നോവലാണ് ഉത്തരം രണ്ടാമൂഴം. എം.ടിക്ക് രണ്ടാമൂഴം എന്ന നോവലിന് ലഭിച്ച അവാർഡ് ഉത്തരം വയലാർ അവാർഡ്. ഭ്രാന്തൻ വേലായുധൻ എം.ടിയുടെ ഏത് കഥയിലെ കഥാപാത്രമാണ്? ഉത്തരം ഇരുട്ടിൻ്റെ ആത്മാവ്. എം.ടിക്ക് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉത്തരം വാനപ്രസ്ഥം. എം.ടി. വാസുദേവൻ നായർക്ക് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഉത്തരം 2005. എം.ടി. വാസുദേവൻ നായർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഉത്തരം 2011. എം.ടി. വാസുദേവൻ നായർ രചിച്ച നാടകമാണ് ഉത്തരം ഗോപുരനടയിൽ.
MTക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത പരിസ്ഥിതി ചിത്രമാണ് ഉത്തരം ഒരു ചെറുപുഞ്ചിരി.